നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തലക്കടിച്ചു കൊന്ന സംഘത്തിൽ ഉൾപ്പെട്ട അനീഷ് എന്നയാളെ പിടിയിലായിരിക്കുകയാണ്. യുവാവിനെ കൊലപ്പെടുത്താനായി സംഘം സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്നത് അനീഷായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇന്ന് പുറത്തു വന്നിരുന്നു. നമ്മളൊക്കെ ആ CCTV ദൃശ്യങ്ങളിൽ അതിക്രൂരമായിട്ടാണ് അഖിലിനെ ഈ യുവാക്കൾ തല്ലിക്കൊല്ലുന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ബാലരാമപുരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കരിമം ഇടഗ്രാമം മരുതൂർ കടവ് പ്ലാവില വീട്ടിൽ കുമാറിന്റെയും സുനിതയുടെയും മകൻ അനിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കാറിലെത്തിയ സംഘം അഖിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയും ദേഹത്ത് കല്ലിടുകയും ചെയ്തുവെന്നാണ് വിവരം. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് മരുതൂർ കടവിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. വീടിനോട് ചേർന്ന് പെറ്റ് ഷോപ്പ് നടത്തുകയായിരുന്നു അഖിൽ. ഇവിടെ നിന്നാണ് സംഘം പിടിച്ചുകൊണ്ടുപോയത്. പ്രതികൾ 5 വർഷം മുൻപുണ്ടായ മറ്റൊരു കൊലപാതക കേസിലെ പ്രതികളെന്ന് പോലീസിന് സൂചന. കൊല്ലപ്പെട്ട അഖിലും സുഹൃത്തുക്കളായ പ്രതികൾ ഒരാഴ്ച മുൻപ് ബാറിൽ തർക്കമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. പ്രതികൾ അഖിലിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കരമനയിൽ യുവാവിനെ തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് 2019 കരമന അനന്തു കൊലക്കേസിലെ പ്രതികളാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ പ്രതികൾ തന്നെയാണ് അന്നും മറ്റൊരു കൊലപാതകം നടന്നതായി വ്യക്തമാക്കിയത്. ഏതായാലും മറ്റുള്ളവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. ഇതിന്റെ പ്രതികാരമായിരുന്നു ഈ ഒരു കൊല. കൃത്യമായ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ ഒരു CCTV ദൃശ്യങ്ങൾ. കാരണം പ്രതികളെല്ലാം തന്നെ ആയുധമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 26-ന് രാത്രി പാപ്പനംകോട് ബാറിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. കൊല്ലപ്പെട്ട അഖിലടക്കം 8 പേർ അടങ്ങുന്ന സംഘവും പ്രതികളും തമ്മിലായിരുന്നു തർക്കം. ബാറിൽ വഴി അടഞ്ഞു നിന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. കൊല്ലപ്പെട്ട അഖിലിന്റെ സംഘവും പ്രതികളും തമ്മിൽ അന്നും അടിയുണ്ടായിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. 2019 അനന്തു ഗിരീഷ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് കഴിഞ്ഞ ദിവസം അഖിലിനെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരുതൂർ കടവ് പ്ലാവില വീട്ടിൽ അഖിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. വൈകിട്ട് 5 മണിയോടെയാണ് അതിക്രൂരമായ ഈ ഒരു കൊലപാതകം നടന്നത്. അതിക്രൂരമായിട്ടാണ് പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്തിയതെന്ന് ദൃശ്യങ്ങൾ ഇന്ന് വ്യക്തമാകും. യുവാവിനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ദേഹത്ത് കല്ലെടുത്ത് ഇടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കേസിൽ പിടിയിലാകാനുള്ള മറ്റു 3 പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് പോലീസ്. ഏതായാലും അവരെ കൂടി പിടികൂടിയതിനു ശേഷം മാത്രമാകും മറ്റ് നിർണായകമായ ഘട്ടങ്ങളിലേക്ക് കടക്കുക.